സൂര്യൻ ഭൂമിയിലേക്ക് തീമഴ പെയ്യിക്കുന്ന കർക്കശമായ ഒരു വേനൽക്കാലം. ആ മലയോര പ്രദേശത്തിന്റെ താഴ്വരയിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന ചെമ്പകപ്പാറ എന്ന ആ കൊച്ചു ഗ്രാമം കൊടുംചൂടിൽ അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുകയായിരുന്നു. കരിഞ്ഞുണങ്ങിയ മരങ്ങളും വീണ്ടുകേറിയ പാടവരമ്പുകളും പറ്റിവരണ്ട തോടുകളും പ്രകൃതിയുടെ ദയനീയമായ അവസ്ഥയെ വരച്ചുകാട്ടി. കാറ്റിൽ പാറുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു മരുഭൂമി പോലെ തോന്നിപ്പിക്കുന്ന ആ ഗ്രാമവഴിയുടെ ഒരറ്റത്ത് ജീർണിച്ചതും ഏതു നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലുമുള്ള ഒരു ഓലമേഞ്ഞ കുടിലുണ്ടായിരുന്നു. അവിടെയാണ് 22കാരിയായ മീരയും അവളുടെ അമ്മ രാധയും താമസിച്ചിരുന്നത്. ദാരിദ്ര്യം അതിന്റെ സർവ്വരൂപഭാവങ്ങളോടും കൂടി ആ കൊച്ചു കുടിലിൽ താണ്ഡവമാടിയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. വാദവും കടുത്ത ശ്വാസമുട്ടലും കാരണം കിടപ്പിലായ അമ്മയാണ് മീരയുടെ ഏക ലോകം. പട്ടിണി മാറ്റാനും അമ്മയ്ക്ക് ജീവൻ നിലനിർത്താനുമുള്ള മരുന്ന് വാങ്ങാൻ മീര കണ്ടെത്തിയ ഏക ഉപജീവന മാർഗം ആ ചുട്ടുപൊള്ളുന്ന ഗ്രാമവഴിയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ദാഹജലവും സംഭാരവും വിൽക്കുക എന്നതായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു പൊതുകിണറ്റിൽ നിന്നും കുടങ്ങളിൽ വെള്ളം ചുമന്നു കൊണ്ടുവന്നാണ് അവൾ സംഭാരം തയ്യാറാക്കിയിരുന്നത്. കാന്താരിമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചിട്ട ആ തണുത്ത സംഭാരം വഴിയാത്രക്കാർക്ക് ഒരു അമൃത് തന്നെയായിരുന്നു. ഒരു ഗ്ലാസിന് 5 രൂപ നിരക്കിലാണ് അവൾ അത് വിറ്റിരുന്നത്. എന്നാൽ കയ്യിൽ കാശില്ലാത്ത പാവപ്പെട്ട കാൽനട യാത്രക്കാർ വന്നാൽ യാതൊരു മടിയും കൂടാതെ അവൾ അവർക്ക് സൗജന്യമായി ദാഹജലം നൽകുമായിരുന്നു. ഇങ്ങനെ വെറുതെ കൊടുത്താൽ നീ പട്ടിണിയാകുമല്ലോ കുട്ടി എന്ന് ചോദിക്കുന്ന നാട്ടുകാരോട് മീരയുടെ മറുപടി ഒന്നു മാത്രമായിരുന്നു: ദാഹിച്ചു വരുന്ന ഒരാളോട് ആദ്യം പണം ചോദിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അന്നത്തെ ദിവസം പതിവിലും ചൂട് കൂടുതലായിരുന്നു. ഉച്ചയായിട്ടും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ പൊടിപിടിച്ച വഴിയിലൂടെ കടന്നുപോയുള്ളൂ. മീര ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കി. എവിടെയെങ്കിലും ഒരു മഴമേഘം ഉരുണ്ടുകൂടുന്നുണ്ടോ എന്ന് തിരഞ്ഞു. ഒപ്പം തന്റെ മുന്നിലിരിക്കുന്ന മൺകലത്തിലേക്കും അവൾ എത്തി നോക്കി. അതിൽ ഇനി വളരെ കുറച്ചു മോര് മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ സമ്പാദ്യം വെച്ച് നോക്കിയാൽ അമ്മയ്ക്കുള്ള മരുന്നും രാത്രിയിലേക്കുള്ള കുറച്ച് അരിയും വാങ്ങാൻ തികയില്ല എന്ന ചിന്ത അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ചൂടുകാറ്റ് അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. വിശപ്പും ദാഹവും അവളെയും തളർത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ ദൈന്യതയാർന്ന മുഖം ഓർക്കുമ്പോൾ അവൾ തളർച്ചകൾ മറന്നു. സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടടുത്തു. വഴിയിൽ ആരുമില്ല. നിരാശയോടെ കുടിലിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയ മീര പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു രൂപം വേച്ചു വരുന്നത് കണ്ടത്. ഒരു യുവാവ്. ഒറ്റ നോട്ടത്തിൽ 28ഓ 30ഓ വയസ്സ് തോന്നിപ്പിക്കുന്ന അയാൾ തികച്ചും അവശനായി കാണപ്പെട്ടു. പൊടി പിടിച്ച ഒരു സാധാരണ കോട്ടൺ ഷർട്ടും പാന്റുമായിരുന്നു വേഷം. തോളിലൊരു പഴയ ബാഗുമുണ്ട്. കിലോമീറ്ററുകളോളം പൊരിവേലത്ത് നടന്നു തളർന്ന ഏതോ ഒരു അലഞ്ഞുതിരിയുന്ന യാത്രികനാണെന്ന് ആർക്കും തോന്നിപ്പോകും. ഓരോ ചൂട് വെക്കുമ്പോഴും അയാളുടെ കാലുകൾ ഇടറുന്നുണ്ട്. മീര നിൽക്കുന്നതിന് കുറച്ചകലെ വെച്ച് ചൂട് പിടിച്ച ടാർ റോഡിലേക്ക് അയാൾ മുട്ടുകുത്തി വീണു. ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റി. ചുണ്ടുകൾ വരണ്ടുണങ്ങി അയാൾ അർദ്ധബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ഇത് കണ്ട മീര ഒരു നിമിഷം പോലും വൈകാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന മൺകലത്തിൽ അവശേഷിച്ച ആ അവസാനത്തെ മോരും കുറച്ച് ശുദ്ധജലവും എടുത്ത് അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. റോഡിലെ പൊള്ളുന്ന ചൂടിൽ കിടക്കുന്ന അയാളുടെ തല അവൾ പതുക്കെ ഉയർത്തി വെച്ചു. പരണ്ടു പൊട്ടിയ അയാളുടെ ചുണ്ടുകൾക്കിടയിലൂടെ അവൾ പതിയെ വെള്ളം ഇറ്റിച്ചു കൊടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ പാത്രം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. പിന്നെയും കുറച്ചു വെള്ളം കൂടി മീര അയാൾക്ക് നൽകി. കുറച്ചു സമയത്തിന് ശേഷം അയാളുടെ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായി. മുഖത്ത് ആശ്വാസത്തിന്റെ രേഖകൾ തെളിഞ്ഞു. തന്റെ കളത്തിലെ വെള്ളം മുഴുവൻ തീർന്നു എന്ന് മീരയ്ക്ക് അറിയാമായിരുന്നു. ബാക്കിയുള്ള ആ വെള്ളം വിറ്റിരുന്നെങ്കിൽ ഇന്ന് അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാമായിരുന്നു. എന്നാൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ മുഖത്ത്. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? മീര വളരെ കരുതലോട് ചോദിച്ചു. യുവാവ് പതുക്കെ തലയാട്ടി. അയാൾ ആദ്യമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വല്ലാത്തൊരു ആത്മബന്ധം ആ നോട്ടത്തിലുണ്ടായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ചവളോടുള്ള അതിരറ്റ നന്ദി ആ കണ്ണുകളിൽ തിളങ്ങി. യുവാവ് പതുക്കെ എഴുന്നേറ്റിരുന്ന് തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം പുറത്തെടുത്ത് മീരയ്ക്ക് നേരെ നീട്ടി. എന്നാൽ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ ഒരടി പുറകോട്ട് മാറി. ഇത് വെള്ളത്തിന്റെ കാശല്ല, എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള ചെറിയൊരു നന്ദിയാണ്. ദയവായി ഇത് വാങ്ങണം, അയാൾ വളരെ വിനയത്തോടെ പറഞ്ഞു. മീരയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. ജീവൻ രക്ഷിക്കുന്നതിന് വിലയിടാൻ തുടങ്ങിയാൽ പിന്നെ ഈ ലോകത്ത് മനുഷ്യത്വത്തിന് എന്ത് വിലയാണുള്ളത്? ഞാൻ വെള്ളം വിൽക്കുകയല്ല ചെയ്തത്, ദാഹിച്ചു വലഞ്ഞ ഒരാളെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്, മീര ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു. ആ യുവാവ് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ഇത്രത്തോളം നിസ്വാർത്ഥയായ ഒരു പെൺകുട്ടിയെ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. അയാൾ വീണ്ടും നിർബന്ധിച്ചെങ്കിലും മീര പണം വാങ്ങിയില്ല. നിങ്ങൾക്ക് എന്നോട് ശരിക്കും നന്ദി തോന്നുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റാരെയെങ്കിലും സഹായിക്കുക, അത് മാത്രം മതി എനിക്ക്, അവൾ കൂട്ടിച്ചേർത്തു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റം ഉണ്ടായി. എന്റെ പേര് അനന്തു, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ മീര, അവളും പറഞ്ഞു. പെട്ടെന്നാണ് ആ ഗ്രാമത്തിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് 4-5 കാറുകൾ ഹോൺ മുഴക്കി അവിടെ വന്നു നിന്നത്. അതിൽ നിന്നും പരിഭ്രാന്തരായ കുറെ ആളുകൾ പുറത്തിറങ്ങി അനന്തുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. സാർ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ താങ്കളെ ഒരുപാട് അന്വേഷിച്ചു, അതിലൊരാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അനന്തു കൈ ഉയർത്തി അവരെ തടഞ്ഞു. ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്.
അയാൾ ശാന്തമായി മറുപടി നൽകി. അക്കൂട്ടത്തിൽ ഒരാൾ മീരയുടെ അവസ്ഥ കണ്ട് വലിയൊരു തുക അവൾക്കു നേരെ നീട്ടിയെങ്കിലും അനന്തു അയാളെ വിലക്കി. പിന്നീട് അനന്ത് മീരയെ നോക്കി ഇത്രമാത്രം പറഞ്ഞു: നീ ഇന്ന് ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മീര. തുടർന്ന് അയാൾ കാറിൽ കയറി. ആ വാഹനവ്യൂഹം പൊടി പറത്തിക്കൊണ്ട് അവിടെ നിന്നും മറയുന്നത് മീര അത്ഭുതത്തോടെ നോക്കി നിന്നു. വെറും ഒരു കാൽനട യാത്രക്കാരനാണെന്ന് കരുതിയ അയാൾ ആരാണെന്ന ചോദ്യം അവളുടെ മനസ്സിൽ ബാക്കിയായി. പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് കാറുകൾ ദൂരേക്ക് മറയുന്നത് നോക്കി മീര കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ആ വലിയ വാഹനങ്ങൾ പോയതോടെ ആ വഴിയിൽ വീണ്ടും പഴയ ശൂന്യതയും കൊടും ചൂടും തളം കെട്ടി നിന്നു. അവളുടെ കൈകളിലിരുന്ന മൺകലം അപ്പോഴും ശൂന്യമായിരുന്നു. ആ ശൂന്യത അവളുടെ ഉള്ളിലേക്കും പടരുന്നത് പോലെ മീരയ്ക്ക് തോന്നി. അത്ഭുതവും ആശയക്കുഴപ്പവും നിറഞ്ഞ മനസ്സോടെ അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. ഇന്നത്തെ ദിവസം അവസാനിക്കാൻ പോവുകയാണ്. കയ്യിൽ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലുമില്ല. ആ ചിന്ത അവളുടെ മനസ്സിലെ ഭാരം ഇരട്ടിയാക്കി. ജീർണിച്ചു തുടങ്ങിയ ആ കൊച്ചുകുടിലിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കടന്നു. ഓലമേഞ്ഞ മേൽക്കൂരയിലൂടെ അരിച്ചിറങ്ങുന്ന വെൽച്ചീളുകൾ കുടിലിനകത്ത് അങ്ങിങ്ങായി വീണു കിടപ്പുണ്ടായിരുന്നു. ഒരു മൂലയിലുള്ള പഴയ കയറുകെട്ടിൽ അമ്മ രാധ കിടക്കുന്നു. മീര വേഗത്തിൽ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കടുത്ത പനിയിൽ ആ ശരീരം ചുട്ടുപൊള്ളുകയാണ്. ശ്വാസമെടുക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. മീര വേഗം ഒരു തുണിക്കഷ്ണം നനച്ച് അമ്മയുടെ നെറ്റിയിലിട്ടു. മരുന്നു കുപ്പികൾ വെക്കുന്ന പഴയ തടി അലമാര തുറന്നു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മരുന്നെല്ലാം തീർന്നിരിക്കുന്നു. നാളത്തെ കാര്യം എന്താകുമെന്നോർത്ത് അവളുടെ ഉള്ളിൽ ഭയം ഒരു ഇരുൾ പോലെ പടർന്നു. പെട്ടെന്നാണ് മുറ്റത്ത് വലിയൊരു ശബ്ദം കേട്ടത്. ആരോ ദേഷ്യത്തിൽ നടന്നു വരുന്നതിന്റെ കാലച്ച. മീര വേഗം പുറത്തേക്ക് വന്നു. ആ മലയോര ഗ്രാമത്തിലെ ഏറ്റവും വലിയ പലിശക്കാരനും ക്രൂരനുമായ ഭദ്ര മുതലാളിയായിരുന്നു അത്. അയാളുടെ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. കയ്യിൽ കണക്കുകൾ എഴുതിയ പഴയൊരു തുകൽ ഡയറിയുണ്ട്. അയാളുടെ വരവ് കണ്ടപ്പോഴേ മീരയുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. 6 മാസം മുൻപ് അമ്മയുടെ ചികിത്സക്കായി അവൾ അയാളിൽ നിന്നായിരുന്നു കുറച്ച് പണം കടം വാങ്ങിയിരുന്നത്. യാതൊരു അനുവാദവും ചോദിക്കാതെ ഭദ്രൻ ആ ഇടുങ്ങിയ മുറ്റത്തേക്ക് കയറി വന്നു. അയാളുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞ ഒരു ചിരി ഉണ്ടായിരുന്നു. എന്താ മീരെ, നിന്റെ അമ്മയുടെ അസുഖം ഭേദമായോ? ഞാൻ തന്ന പണം കൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കുകയാണല്ലേ? അയാൾ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. മീര 2 കൈകളും കൂപ്പി അയാളുടെ മുന്നിൽ നിന്നു. മുതലാളി, അമ്മയ്ക്ക് ഇപ്പോഴും തീരെ വയ്യ. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല. എന്നോട് ക്ഷമിക്കണം, കുറച്ചു സമയം കൂടി എനിക്ക് തരണം, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഭദ്രൻ തന്റെ കയ്യിലിരുന്ന ഡയറി ദേഷ്യത്തോടെ തുറന്നു. സമയം തരാനോ? നീ കാശ് വാങ്ങിയിട്ട് ഇന്നേക്ക് കൃത്യം 6 മാസം കഴിഞ്ഞിരിക്കുന്നു. പലിശയും കൂട്ടുപലിശയും ചേർത്ത് നീ വാങ്ങിയതിന് ഇരട്ടിയിലധികമായി ഇപ്പോൾ തുക. ഇനി ഒരു ദിവസം പോലും ഞാൻ കാത്തിരിക്കില്ല. അയാളുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. ഇതിനിടയിൽ പനിച്ചൂടിലും കിതച്ചുകൊണ്ട് അമ്മ രാധ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചു. മുതലാളി, എന്റെ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാ. അവളോട് കരുണ കാണിക്കണം. ഞങ്ങൾ ആ കാശ് എങ്ങനെയെങ്കിലും തരാം, അവർ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ ഭദ്രന്റെ മനസ്സ് കരിങ്കല്ല് പോലെയായിരുന്നു. പാവപ്പെട്ടവന്റെ കണ്ണുനീർ കണ്ടാൽ എന്റെ കടം തീരില്ല രാധേ. എനിക്ക് എന്റെ പണം കിട്ടണം. ഞാൻ അവസാനമായിട്ട് പറയുകയാ, കൃത്യം 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ പണം മുഴുവനായും കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ഈ കുടിലും പറമ്പും ഞാൻ എന്റെ പേരിലാക്കും. പിന്നെ നിങ്ങൾ ഈ പെരുവഴിയിൽ കിടക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞിട്ട് അയാൾ വന്നതിലും വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് നോക്കി മീര തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്നാൽ അമ്മയുടെ മുന്നിൽ തളർന്നു പോകാതിരിക്കാൻ അവൾ വേഗം കണ്ണുനീർ തുടച്ചു. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അമ്മയൊന്നും പേടിക്കണ്ട. മുകളിൽ ഒരാളുണ്ടല്ലോ. ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതേസമയം ആ ദരിദ്ര ഗ്രാമത്തിൽ നിന്നും കാതങ്ങൾ അകലെ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കൂറ്റൻ കോർപ്പറേറ്റ് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പൂർണ്ണമായും ശീതീകരിച്ച ഒരു വലിയ മുറിയിൽ അനന്തു ഇരിക്കുകയായിരുന്നു. പുറത്ത് ചൂടോ പൊടിയോ ഒന്നും ആ മുറിക്കുള്ളിലേക്ക് കടക്കില്ല. ആ ഗ്രാമത്തിൽ വിയർത്ത് തളർന്നു വീണ അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഈ ആഡംബര കസേരയിൽ ഇരിക്കുന്നതെന്ന് കണ്ടാൽ ആരും വിശ്വസിക്കില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നിന്റെ ഉടമയാണ് അനന്തു സിൻഹ. അയാളുടെ മുന്നിൽ വിശ്വസ്തനായ സഹായി രഞ്ജിത്ത് നിൽപ്പുണ്ടായിരുന്നു. സാർ, ഇന്നലെ സംഭവിച്ചത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താകുമായിരുന്നു? ആ പെൺകുട്ടി കൃത്യസമയത്ത് വെള്ളം തന്നതുകൊണ്ട് മാത്രമാണ്, രഞ്ജിത്ത് ആശങ്കയോടെ പറഞ്ഞു. അനന്തു തന്റെ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. അയാളുടെ മനസ്സിൽ അപ്പോഴും ആ പൊള്ളുന്ന ടാർ റോഡും ഒരു തുള്ളി വെള്ളവുമായി ഓടി വന്ന മീരയുടെ മുഖവുമായിരുന്നു. അവൾ എനിക്ക് തന്നത് വെറും വെള്ളമല്ല രഞ്ജിത്ത്, മനുഷ്യത്വത്തിലുള്ള എന്റെ വിശ്വാസമാണ് അവൾ തിരികെ തന്നത്, അനന്തു പതുക്കെ പറഞ്ഞു. എങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് പണം പ്രതിഫലമായി കൊടുത്തയക്കാം സാർ. അവർ വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് തോന്നിയത്, രഞ്ജിത്ത് ഉപദേശിച്ചു. അനന്ത് പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു. വേണ്ട, ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ അവൾക്ക് ഇന്നലെ പണം വെച്ച് നീട്ടിയതാണ്. പക്ഷെ അവൾ അത് വാങ്ങിയില്ല. അവളുടെ ചുറ്റുപാടിൽ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ അതിലേറെ വലിയ ആത്മാഭിമാനവും ഉണ്ടായിരുന്നു. അവൾക്ക് പണം കൊടുത്താൽ അത് അവളുടെ നന്മയെ അപമാനിക്കുന്നതിന് തുല്യമാകും. അങ്ങനെയുള്ള മനുഷ്യർക്ക് പണമല്ല, അർഹിക്കുന്ന അംഗീകാരവും ബഹുമാനമാണ് കൊടുക്കേണ്ടത്.
അനന്ത് തന്റെ മേശപ്പുറത്തിരുന്ന ബാഗ് തുറന്നു. അതിൽ മീര തനിക്ക് വെള്ളം നൽകിയ ആ ചെറിയ മൺപാത്രം ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ തിരക്കിട്ട് കാറിൽ കയറിയപ്പോൾ അത് അറിയാതെ അയാളുടെ കയ്യിൽ പെട്ടു പോയതാണ്. ആ മൺപാത്രത്തിലേക്ക് നോക്കി മന്ദഹസിച്ചുകൊണ്ട് അനന്ത് പറഞ്ഞു, എനിക്ക് ആ ഗ്രാമത്തിലേക്ക് ഒരിക്കൽ കൂടി പോകണം. പക്ഷേ വഴിതെറ്റി വന്ന ഒരു യാത്രക്കാരനായിട്ടല്ല. എന്നെ രക്ഷിച്ച ആ പെൺകുട്ടിക്ക് എനിക്ക് ചിലത് തിരികെ നൽകാനുണ്ട്. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ മീര ഉണർന്നു. രാത്രി മുഴുവൻ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കുടിലിന്റെ ഓലയിടുക്കിലൂടെ വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ അവളുടെ മനസ്സിനെ പൊള്ളിച്ചത് ഭദ്രൻ മുതലാളിയുടെ ഭീഷണിയായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന അമ്മയുടെ പനിച്ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു. എങ്കിലും തന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവൾ പതിവ് പോലെ ദൂരെയുള്ള പൊതുകിണറ്റിൽ നിന്നും വെള്ളം ചുമന്നു കൊണ്ടുവന്നു. അമ്മയ്ക്കുള്ള മരുന്ന് ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവൾ വീണ്ടും ആ പൊടിപിടിച്ച ഗ്രാമവഴിയിൽ തന്റെ മൺകലവുമായി കാത്തിരുന്നു. പ്രതീക്ഷയോടെ ഓരോ യാത്രികനെയും നോക്കി. എന്നാൽ അന്ന് വിരലിലെണ്ണാവുന്നവർ മാത്രമേ ആ വഴി വന്നുള്ളൂ. അതിൽ തന്നെ പലരും വെറും ഒറ്റ ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു മടങ്ങി. ഉച്ച കഴിഞ്ഞിട്ടും വിൽപ്പന തീരെ നടക്കാതെ വന്നപ്പോൾ മീരയുടെ നെഞ്ച് തകർന്നുപോയി. കിട്ടിയ നാണയത്തുട്ടുകൾ എണ്ണി നോക്കിയ അവൾക്ക് മനസ്സിലായി അമ്മയ്ക്കുള്ള ഒരു നേരത്തെ മരുന്നിന് പോലും അത് തികയില്ല എന്ന്. നിരാശയോടെ ഇരിക്കുമ്പോൾ ആ മലയോര ഗ്രാമത്തിലെ മുതിർന്ന കാരണവരായ വേലായുധൻ ചേട്ടൻ അവിടേക്ക് വന്നു. അവളുടെ വിഷമം കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ചു. മോളെ, മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്കൊന്നും ഒരിക്കലും ഫലം കിട്ടാതിരിക്കില്ല. ദൈവം ചിലപ്പോൾ വൈകിയേക്കാം, പക്ഷേ കാണാതിരിക്കില്ല. നീ ധൈര്യമായിരിക്ക്. ആ വാക്കുകൾ അവൾക്കൊരു ചെറിയ ആശ്വാസമായി. വൈകുന്നേരമായപ്പോൾ ഗ്രാമത്തിൽ വലിയൊരു വാർത്ത പരന്നു. ഗ്രാമത്തിന്റെ നടുവിലുള്ള വലിയ മൈതാനത്ത് പെട്ടെന്നൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വന്നിരിക്കുന്നു. നഗരത്തിൽ നിന്നുള്ള വലിയ വലിയ ഡോക്ടർമാരും വിലപിടിപ്പുള്ള മരുന്നുകളും ഒക്കെയുണ്ട്. പാവപ്പെട്ടവർക്ക് പരിശോധനയും മരുന്നും തീർത്തും സൗജന്യം. ഇത് കേട്ട മീര ഒട്ടും സമയം കളയാതെ വീട്ടിലേക്ക് ഓടി. അയൽവാസിയുടെ സഹായത്തോടെ അമ്മയെ പതുക്കെ നടത്തിക്കൊണ്ട് അവൾ ആ ക്യാമ്പിലെത്തി. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആ ക്യാമ്പ് കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ഈ മലയോര ഗ്രാമത്തിൽ ഇതുവരെ ആരും ഇങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ക്യാമ്പിലുണ്ടായിരുന്ന ഒരു വലിയ ഡോക്ടർ അമ്മയെ വിശദമായി പരിശോധിച്ചു. നാളുകളായി അലട്ടുന്ന ശ്വാസം മുട്ടലിനും പനിക്കും വേണ്ട വിലപിടിപ്പുള്ള മരുന്നുകൾ സൗജന്യമായി അവർക്ക് നൽകി. തുടർന്നും ഈ മരുന്നുകൾ കൃത്യമായി കഴിച്ചാൽ അമ്മയുടെ അസുഖം പൂർണ്ണമായും മാറും. ഇനി നീ വിഷമിക്കേണ്ട കുട്ടി. ഡോക്ടറുടെ വാക്കുകൾ മീരയ്ക്ക് അമൃത് പോലെയാണ് അനുഭവപ്പെട്ടത്. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരാണ് സാർ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ക്യാമ്പ് നടത്തിയത്? മീര വിതുമ്പലോടെ ചോദിച്ചു. അതറിയില്ല കുട്ടി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഏതോ ഒരു വലിയ മനുഷ്യനാണ് ഇതിന്റെ എല്ലാം ചെലവ് വഹിക്കുന്നത്. ഡോക്ടർ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ആ അജ്ഞാതനായ മനുഷ്യന് വേണ്ടി മീര മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അവൾക്കറിയില്ലായിരുന്നു ക്യാമ്പിന് പുറത്ത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ എല്ലാം കണ്ടുകൊണ്ട് അനന്ത് നിൽപ്പുണ്ടായിരുന്നുവെന്ന്. അവളുടെ കണ്ണുകളിലെ ആശ്വാസം കണ്ടപ്പോൾ അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. അമ്മയെയും കൂട്ടി വലിയൊരു ആശ്വാസത്തോടെ കുടിലേക്ക് മടങ്ങുമ്പോൾ മീരയുടെ മനസ്സിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞു പോയത്. രാത്രിയുടെ ഇരുട്ട് ആ ഗ്രാമത്തിലേക്ക് പടർന്നു കയറി. അമ്മയ്ക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുത്ത് അവരെ ഉറക്കിയ ശേഷം മീര ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ചിന്തകളിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് മുറ്റത്ത് ഭയാനകമായ ആ ശബ്ദം വീണ്ടും കേട്ടത്. ഇത്തവണ ഭദ്രൻ മുതലാളി ഒറ്റയ്ക്കായിരുന്നില്ല. കൂടെ തടിയന്മാരായ 2 ഗുണ്ടകളും ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ പഴയ ഡയറിക്ക് പുറമെ ചില കടലാസുകളും ഉണ്ടായിരുന്നു. സമയത്തിന് മുൻപേ അയാൾ വന്നിരിക്കുന്നു. സമയം കഴിഞ്ഞു മീരെ. നിനക്ക് തന്ന സമയം തീർന്നു. ഈ കുടിലിന്റെയും പറമ്പിന്റെയും ആധാരം ഇനി എന്റെ പേരിലാണ്. മര്യാദയ്ക്ക് സാധനങ്ങളും എടുത്ത് പുറത്തിറങ്ങിക്കോ. ഭദ്രൻ അലറി. മീര ഭയന്നു വിറച്ചു. മുതലാളി, 3 ദിവസം സമയം തന്നതല്ലേ, ഒരൊറ്റ ദിവസം കൂടി തരാമോ? ഞാൻ എങ്ങനെയെങ്കിലും. മീര കരഞ്ഞുകൊണ്ട് അയാളുടെ കാല് പിടിക്കാൻ ചെന്നു. പക്ഷേ അയാൾ അവളെ ക്രൂരമായി തട്ടിമാറ്റി. എടാ, ആ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തേക്കിടടാ, അയാൾ ഗുണ്ടകളോട് ആജ്ഞാപിച്ചു. ബഹളം കേട്ട് അമ്മ ഞെട്ടിയുണർന്ന് നിലവിളിച്ചു. മീര എന്തു ചെയ്യണമെന്നറിയാതെ വാതിൽക്കൽ പകച്ചു നിന്നു. അവളുടെ ലോകം വീണ്ടും ഇരുളിലാകുകയാണെന്ന് അവൾക്ക് തോന്നി. ഗുണ്ടകൾ കുടിലേക്ക് കയറാൻ തുടങ്ങിയ ആ നിമിഷം ഇരുളിൽ നിന്നും ഗാംഭീര്യമുള്ള ഒരു ശബ്ദം ഉയർന്നു കേട്ടു. നിൽക്കവിടെ. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് അയാൾ സാവധാനം നടന്നു ചെന്നു. സാധാരണ കോട്ടൺ ഷർട്ടും പാന്റും ധരിച്ച ആ ചെറുപ്പക്കാരനെ കണ്ട് മീര അത്ഭുതപ്പെട്ടു പോയി. ആ വരണ്ട ഉച്ചനേരത്ത് അവളുടെ ജീവൻ രക്ഷിച്ച, അവൾ ജീവൻ നൽകിയ അതേ അജ്ഞാതനായ യാത്രികൻ അനന്തു. ഇവരോട് പുറത്തു പോകാൻ പറയാൻ താൻ ആരാണോ? അനന്തു ഭദ്രന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭദ്രൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഞാൻ ഭദ്രൻ. ഈ ഗ്രാമത്തിൽ എനിക്കെതിരെ ശബ്ദിക്കാൻ ആർക്കും ഇന്ന് വരെ ധൈര്യം ഉണ്ടായിട്ടില്ല. വല്ലവന്റെയും കാര്യം നോക്കാതെ നിന്റെ പാട് നോക്കി പോടാ ചെറുക്ക. അനന്തുവിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ ശാന്തനായി, എന്നാൽ ഒരു കൊടുങ്കാറ്റിന്റെ കരുത്തുള്ള ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ ഇന്ന് ആ ധൈര്യം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ഇവരുടെ സാധനങ്ങളിൽ ഒരു വിരൽ പോലും നിങ്ങൾ തൊടില്ല. ഇവരുടെ കടം എന്താണെന്ന് എന്റെ മുന്നിൽ കാണിക്കും. നിസ്സഹായായിരുന്നിരുന്ന മീരയ്ക്ക് മുന്നിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷകനായി അയാൾ അവതരിക്കുകയായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ ഭംഗിയ വെളിച്ചത്തിൽ അനന്തുവിന്റെ മുഖത്തെ ശാന്തത ഭദ്രനെ കൂടുതൽ ചൊടിപ്പിച്ചു. കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ആ യുവാവിനെ കണ്ട് ഭദ്രന്റെ കൂടെയുണ്ടായിരുന്ന ഗുണ്ടകൾ പോലും ഒരു നിമിഷം പകച്ചു പോയിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു വഴിയാത്രക്കാരനല്ല, മറിച്ച് എന്തോ വലിയൊരു കരുത്തുള്ള വ്യക്തിയാണെന്ന്
ആ നിൽപ്പിൽ നിന്നു തന്നെ അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്താടാ നീ നോക്കി നിൽക്കുന്നത്? ഞാൻ ഭദ്രനാണ്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? ഭദ്രൻ വീണ്ടും അലറി. അനന്തുവിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അയാൾ വളരെ സാവധാനം ഒരടി മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെയും അവളുടെ രോഗിയായ അമ്മയെയും പാതിരാത്രിയിൽ വീട് വിട്ടിറക്കാൻ ശ്രമിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊന്ന് അറിയണം. ആ കണക്ക് പുസ്തകം ഇങ്ങെടുക്ക്. അനന്തുവിന്റെ സ്വരത്തിലെ ഗാംഭീര്യം ഭദ്രനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അയാൾ അറിയാതെ ആ തുകൽ ഡയറി അനന്തുവിനെ നേരെ നീട്ടി. വിളക്കിന്റെ വെളിച്ചത്തിൽ ആ ഡയറിയിലെ താളുകൾ അനന്തു സൂക്ഷ്മമായി പരിശോധിച്ചു. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. കൂട്ടുപലിശയും പിഴപ്പലിശയും ചേർത്ത് യഥാർത്ഥ തുകയുടെ പല മടങ്ങ് ഇരട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഭദ്രൻ. അനന്തു ഡയറി അടച്ചു പിടിച്ചുകൊണ്ട് ഭദ്രന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. ഇത് പലിശയല്ല, തീവെട്ടിക്കൊള്ളയാണ്. രാജ്യത്തെ ഒരു നിയമവും ഇത്രയും വലിയൊരു ചൂഷണം അനുവദിക്കുന്നില്ല. വെറും 6 മാസം കൊണ്ട് ഒരു തുക എങ്ങനെയാണ് ഇത്രയും ഇരട്ടിയാകുന്നത്? അനന്തുവിന്റെ ചോദ്യം കേട്ട് ഭദ്രൻ വിയർത്തു. പക്ഷെ അയാൾ തന്റെ ഗർവ് വിടാൻ തയ്യാറായില്ല. ഇത് നഗരമല്ല, മലയോര ഗ്രാമമാണ്. ഇവിടെ എന്റെ നിയമമാണ് നടക്കുന്നത്. ഇത് ചോദിക്കാൻ നീ ആരാ? ഈ ബഹളങ്ങളെല്ലാം കേട്ട് ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നും ആളുകൾ ഉണർന്നു പുറത്തു വന്നിരുന്നു. ചൂട്ടുകത്തിച്ചും ചെറിയ ടോർച്ചുകൾ തെളിച്ചും ഗ്രാമവാസികൾ ആ ഇടുങ്ങിയ മുറ്റത്തേക്ക് തടിച്ചുകൂടി. അവരോടായി അനന്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരാൾക്കെതിരെ പരസ്യമായി അനീതി നടക്കുമ്പോൾ നാം മൗനം പാലിച്ചാൽ ആ തെറ്റിൽ നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട്. ഇയാളുടെ ഈ ചൂഷണം നിങ്ങൾ ഇനിയും എത്ര നാൾ സഹിക്കും? അനന്തുവിന്റെ ആ വാക്കുകൾ ആ ജനക്കൂട്ടത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. കാലങ്ങളായി ഭദ്രന്റെ അനീതികൾ സഹിച്ചുകൊണ്ടിരുന്ന അവർക്ക് അനന്തുവിന്റെ ധൈര്യം ഒരു ഊർജമായി മാറി. കൂട്ടത്തിൽ നിന്ന് ഗ്രാമത്തിലെ മുതിർന്ന കാരണവരായ വേലായുധൻ ചേട്ടൻ മുന്നോട്ട് വന്നു. ഈ തമ്പി പറയുന്നതാണ് ശരി. ഭദ്ര, കാലങ്ങളായി നീ ഞങ്ങളുടെ എല്ലാം ചോര കുടിക്കുകയാണ്. ഇനി ഈ അനീതി ഇവിടെ നടക്കില്ല, അദ്ദേഹം കണിശമായി പറഞ്ഞു. പിന്നാലെ ഓരോരുത്തരായി മീരയ്ക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നു. ആൾക്കൂട്ടത്തിന്റെ ഈ അപ്രതീക്ഷിതമായ മാറ്റം കണ്ട് ഭദ്രൻ പരുങ്ങി. താനിപ്പോൾ പ്രതിരോധിച്ചാൽ വിവരമറിയുമെന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ ഗുണ്ടകളെയും കൂട്ടി പിന്നോട്ട് മാറി. നാളെ രാവിലെ പഞ്ചായത്തിൽ കാണാം, അവിടെ വെച്ച് തീർക്കാമെല്ലാം. ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ പറഞ്ഞു തീർത്ത് ഇരുളിലേക്ക് മറഞ്ഞു. ആൾക്കൂട്ടം പിരിഞ്ഞു പോയതിനു ശേഷം മീര നിറഞ്ഞ കണ്ണുകളോടെ അനന്തുവിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ വലിയ അപകടം ഏറ്റെടുത്തത്? അവൾ ഇടർന്ന സ്വരത്തിൽ ചോദിച്ചു. അനന്തു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മന്ദഹസിച്ചു. അന്ന് ആ പൊള്ളുന്ന വേലിൽ നീ എനിക്ക് നൽകിയ ജീവന വിലയ്ക്ക് മുന്നിൽ ഇതെല്ലാം എത്ര നിസ്സാരമാണ് മീര. ആ വാക്കുകൾ കേട്ട് കുടിലിന്റെ വാതിൽക്ക് നിന്നിരുന്ന അമ്മ രാധ വിതുമ്പലോടെ അനന്തുവിന്റെ അരികിലെത്തി അവന്റെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അന്ന് രാത്രി വേലായുധൻ ചേട്ടന്റെ കൊച്ചു വീട്ടിലാണ് അനന്തു ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ വലിയ ആൽമരച്ചുവട്ടിൽ പഞ്ചായത്ത് ചേർന്നു. ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഭദ്രൻ അവിടേക്ക് വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു അംഗങ്ങളും ചേർന്ന് ഭദ്രന്റെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിച്ചു. അനന്തു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കണക്കുകളിൽ വൻ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. മീരയുടെ യഥാർത്ഥ കടം വളരെ ചെറിയൊരു തുക മാത്രമാണെന്നും ഭദ്രൻ വ്യാജരേഖകൾ ഉണ്ടാക്കി അവരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും പഞ്ചായത്ത് വിധി എഴുതി. ആ ചെറിയ തുക സാവകാശം അടച്ചു തീർക്കാൻ മീരയ്ക്ക് അവർ അനുവാദം നൽകുകയും ഭദ്രന് വലിയൊരു തുക പിഴയായി ചുമത്തുകയും ചെയ്തു. ഈ വിധി കേട്ട് മീര സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവൾ തൊഴുകയോടെ അനന്തുവിനെ നോക്കി. പെട്ടെന്നാണ് ആ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കുടിപടലങ്ങൾ പറത്തി ആ വലിയ വാഹന വ്യൂഹം അവിടേക്ക് കടന്നു വന്നത്. തിളങ്ങുന്ന കറുത്ത നിറമുള്ള 4 ആഡംബര കാറുകൾ ആൽമര ചുവട്ടിൽ വന്നു നിന്നു. ഒന്നാമത്തെ കാറിൽ നിന്നും അനന്തുവിന്റെ വിശ്വസ്ത സഹായി രഞ്ജിത്തും മറ്റു ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങി. അവർ നേരെ അനന്തുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ചുറ്റും കൂടിയിരുന്ന ഗ്രാമവാസികൾ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. രഞ്ജിത്ത് അനന്തുവിന്റെ മുന്നിൽ വളരെ ബഹുമാനത്തോടെ തലകുനിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, സാർ, മീറ്റിംഗിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും താങ്കളെ കാത്തിരിക്കുകയാണ്. അവിടമാകെ വല്ലാത്തൊരു നിശബ്ദത പരന്നു. ഭദ്രന്റെ മുഖം വിളറി വെളുത്തു. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു യാത്രികനല്ല, മറിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ അനന്തു സ്നേഹയാണെന്ന് രഞ്ജിത്ത് ഗ്രാമവാസികളോട് വെളിപ്പെടുത്തി. ഓരോ വർഷവും തന്റെ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം ഗ്രാമങ്ങളുടെ വികസനത്തിനായി മാറ്റിവെക്കുന്ന, ആരും തിരിച്ചറിയാത്ത ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വലിയൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം എന്ന് കേട്ടപ്പോൾ മീരയ്ക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും നോക്കി അനന്ത് പറഞ്ഞു, മീര എനിക്ക് നൽകിയത് ഒരു ഗ്ലാസ് ദാഹജലമല്ല, പറ്റിപ്പോയിട്ടില്ലാത്ത മനുഷ്യത്വത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. പണമല്ല, പരസ്പരം സഹായിക്കാനുള്ള മനസ്സാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. തുടർന്ന് ആ മലയോര ഗ്രാമത്തിൽ ഒരു വലിയ കുടിവെള്ള പദ്ധതിയും ഒരു പുതിയ ആശുപത്രിയും തന്റെ കമ്പനിയുടെ ചിലവിൽ നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. സന്തോഷം കൊണ്ട് ഗ്രാമവാസികൾ കൈയടിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ അഭിമാനത്തോടെ എന്നാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മീര അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പോലും അറിയാതെ അവളുടെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയായിരുന്നു. പഞ്ചായത്ത് മൈതാനത്തെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അനന്ത് തന്റെ കാറിലേക്ക് കയറാൻ നേരം ഒരു നിമിഷം തിരിഞ്ഞു നിന്നു. മീരയുടെ കണ്ണുകളിലെ കൃതജ്ഞതയും അത്ഭുതവും അയാൾ കണ്ടു. ഞാൻ പോവുകയാണ് മീര, നഗരത്തിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ തീർക്കാനുണ്ട്. പക്ഷേ ഈ ഗ്രാമം ഞാൻ മറക്കില്ല, നിന്നെയും. ഒരു നേർത്ത പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞപ്പോൾ മീരയുടെ ഹൃദയത്തിൽ വല്ലാതൊരു സന്തോഷം നിറഞ്ഞു. പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ വാഹന വ്യൂഹം മലയിറങ്ങിയപ്പോൾ ഗ്രാമവാസികൾക്കൊപ്പം മീരയും ഏറെ നേരം നോക്കി നിന്നു.
പ്രതീക്ഷയുടെ ഒരു പുതുമഴ ആ ഗ്രാമത്തിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ചെമ്പകപ്പാറ എന്ന മലയോര ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറാൻ തുടങ്ങി. അനന്തുവിന്റെ കമ്പനിയിൽ നിന്നുള്ള എഞ്ചിനീയർമാരും ജോലിക്കാരും ഗ്രാമത്തിലെത്തി. അവർ വാഗ്ദാനം ചെയ്ത കുടിവെള്ള പദ്ധതിയുടെയും പുതിയ ആശുപത്രിയുടെയും പണികൾ അതിവേഗം ആരംഭിച്ചു. ഗ്രാമവാസികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ തൊഴിലും ലഭിച്ചു തുടങ്ങി. പുതിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച മരുന്നുകളുടെയും നല്ല ഭക്ഷണത്തിന്റെയും ഫലമായി വീരയുടെ അമ്മ രാധയുടെ രോഗം അതിവേഗം മെച്ചപ്പെട്ടു. അവർ പരസഹായമില്ലാതെ നടക്കാൻ തുടങ്ങി. ക്യാമ്പിൽ നിന്നും ലഭിച്ച മരുന്നുകളുടെയും നല്ല ഭക്ഷണത്തിന്റെയും ഫലമായി വീരയുടെ അമ്മ രാധയുടെ രോഗം അതിവേഗം മെച്ചപ്പെട്ടു. അവർ പരസഹായമില്ലാതെ നടക്കാൻ തുടങ്ങി. ഭദ്രൻ മുതലാളിയുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചിരുന്നു. എന്നാൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും മീരയുടെ ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. പൊരിവേലിൽ അവശനായി വന്ന ആ യാത്രികനെ അവളുടെ മനസ്സ് നിരന്തരം തിരഞ്ഞുകൊണ്ടിരുന്നു. കൊടുംചൂടിൽ അന്നവൾ നൽകിയ ദാഹജലം ഇപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു പ്രണയത്തിന്റെ കുളിരായി മാറിയിട്ടുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കുകൾക്കിടയിലും അനന്തവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഡീലുകൾക്കിടയിലും തന്റെ ശീതീകരിച്ച വലിയ ഓഫീസിലിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന ആ കൊച്ചു മൺപാത്രത്തിലേക്ക് നീളുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി അയാൾ അതിനെ കാത്തു സൂക്ഷിച്ചു. ആ മൺകലത്തിൽ മീരയുടെ വിരൽപ്പാടുകൾ മാത്രമല്ല, അവളുടെ നിഷ്കളങ്കമായ സ്നേഹവും അയാൾ കണ്ടു. തന്റെ സുപ്രധാന പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കിയ ഉടനെ അയാൾ രഞ്ജിത്തിനെ വിളിപ്പിച്ചു. നമുക്ക് വീണ്ടും ചെമ്പകപ്പാറയിലേക്ക് പോകണം. മാസങ്ങൾക്ക് ശേഷം മനോഹരമായ ഒരു പ്രഭാതത്തിൽ ആ കറുത്ത കാറുകൾ വീണ്ടും ചെമ്പകപ്പാറ ഗ്രാമത്തിലെത്തി. ഇത്തവണ അനന്തുവിന് കൂട്ടായി കാറിൽ നിന്ന് ഇറങ്ങിയത് തികച്ചും ലളിതമായ ഒരു കോട്ടൺ സാരി എടുത്ത ഐശ്വര്യവതിയായ ഒരു മധ്യവയസ്കയായിരുന്നു അനന്തുവിന്റെ അമ്മ ഗായത്രി ദേവി. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. അനന്തവും അമ്മയും നേരെ നടന്നത് മീരയുടെ കുടിലിലേക്കാണ്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മീര അനന്തുവിനെ കണ്ട് അമ്പരന്നു. ഗായത്രി ദേവി മീരയുടെ അടുത്തേക്ക് വന്ന് അവളുടെ 2 കൈകളും ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളെ, എന്റെ മകൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും അവൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ ജീവനാണ്. അന്ന് ആ പൊരിവേലിൽ നീ അവന് കൊടുത്തത് വെറും ഒരു ഗ്ലാസ് വെള്ളമല്ല, ഈ അമ്മയുടെ ഉയിരാണ്. ആ നന്മയ്ക്ക് പകരം നൽകാൻ എന്റെ കയ്യിൽ ഈ ലോകത്തൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ മീരയുടെ നെറുകയിൽ ചുംബിച്ചു. മീരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അവൾ കുഞ്ഞവരുടെ കാൽ തൊട്ട് വന്ദിച്ചു. ഇത് കേട്ട് വീടിനകത്തു നിന്നും രാധ പുറത്തേക്ക് വന്നു. അനന്തു മീരയുടെയും രാധയുടെയും മുന്നിൽ വന്നു നിന്നുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, മീര, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം ദാരിദ്ര്യത്തിനിടയിലും മറ്റൊരാളുടെ ദാഹമകറ്റാൻ നീ കാണിച്ച വലിയ മനസ്സിനേക്കാൾ വലിയൊരു സമ്പത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ജീവൻ നൽകിയ ആ കൈകൾ എന്റെ ജീവിതകാലം മുഴുവൻ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മീരയെ ഞാൻ എന്റെ പാതിയായി കൊണ്ടുപോയിക്കോട്ടെ. ആ വാക്കുകൾ കേട്ട് മീര സ്തംഭിച്ചു പോയി. ഇത്രയും ഉന്നതിയിലിരിക്കുന്ന മനുഷ്യൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ അവൾക്കായില്ല. രാധയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അവർ നിറഞ്ഞ മനസ്സോടെ അനന്തുവിനെ അനുഗ്രഹിച്ചു. ചുറ്റും കൂടി നിന്ന ഗ്രാമവാസികൾ വലിയൊരു കയ്യടിയോടെ ആ നിമിഷത്തെ വരവേറ്റു. കൂട്ടത്തിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാനായി ഭദ്രനും വന്നിരുന്നു. മീര യാതൊരു വിരോധവുമില്ലാതെ അയാളോട് ക്ഷമിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടെ അവരുടെ വിവാഹം നടന്നു. യാതൊരുവിധ ആഡംബരങ്ങളുമില്ലാതെ ഗ്രാമവാസികളുടെ നിറഞ്ഞ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കുമിടയിൽ അനന്തു മീരയുടെ കഴുത്തിൽ മിന്നു ചാർത്തി. വിവാഹശേഷം മീര അനന്തുവിനൊപ്പം നഗരത്തിലേക്ക് പോയെങ്കിലും അവൾ തന്റെ ഗ്രാമത്തെയും പഴയ ജീവിതത്തെയും ഒരിക്കലും മറന്നില്ല. കാലം വേഗത്തിൽ സഞ്ചരിച്ചു. ചെമ്പകപ്പാറ ഗ്രാമം പിന്നീട് വലിയൊരു വികസനത്തിന്റെ പാതയിലായി. മീര പൊരിവേലിൽ ദാഹജലം നൽകിയിരുന്ന ആ പഴയ വഴിയിൽ മീരയുടെ ഓർമ്മയ്ക്കായി മനോഹരമായ ഒരു തണ്ണീർപ്പന്തൽ ഉയർന്നു. അവിടെ വരുന്ന ഏതൊരു യാത്രക്കാരനും കുടിക്കാൻ എപ്പോഴും തണുത്ത വെള്ളവും മോരും അവിടെ തയ്യാറായിരുന്നു. ആ തണ്ണീർപ്പന്തലിന്റെ മുന്നിലെ മാർബിൾ ഫലകത്തിൽ അനന്തു ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, മനുഷ്യത്വത്തെക്കാൾ വലിയൊരു ധർമ്മം ഈ ഭൂമിയിലില്ല. നിസ്വാർത്ഥമായി നാം ചെയ്യുന്ന ഒരു ചെറിയ നന്മ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ആ വഴിയിലൂടെ പോകുന്നവരൊക്കെ ആ വരികൾ വായിച്ച് മന്ദഹസിച്ചു. ഒരു ഗ്ലാസ് ദാഹജലം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെയും ആ ഗ്രാമത്തിന്റെയും തലവര മാറ്റി എഴുതിയതെന്ന സത്യം ചെമ്പക്കപ്പാറയിലെ കാറ്റിൽ ഒഴുകി നടക്കുകയായിരുന്നു. നിസ്വാർത്ഥമായ സ്നേഹം എക്കാലത്തും പ്രതിഫലം നൽകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മീരയുടെയും അനന്തുവിന്റെയും ജീവിതം മാറി. അങ്ങനെ ആ വേനൽ മഴയുടെ കാത്തിരിപ്പ് ഒടുവിൽ വസന്തമായി പെയ്തിറങ്ങി. ജീവിതം എന്ന മഹായാത്രയിൽ നാം പലപ്പോഴും കൊടും വേനലുകളെയും പ്രതീക്ഷയറ്റ മരുഭൂമികളെയും താങ്ങേണ്ടി വരാറുണ്ട്. അവിടെ ചുട്ടുപൊള്ളുന്ന വഴികളിൽ ഒരു തുള്ളി ദാഹജലത്തിനായി കഴിയുന്നവന്റെ മുന്നിലേക്ക് യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ നീളുന്ന കാരുണ്യത്തിന്റെ കൈകളാണ് ഈ ലോകത്തെ ഇപ്പോഴും സുന്ദരമാക്കി നിലനിർത്തുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ വില നിശ്ചയിക്കുന്നത് അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളോ സമ്പത്തോ ബാഹ്യമായ പ്രൗഢിയോ അല്ല, മറിച്ച് അവന്റെ നെഞ്ചിലെ ഹൃദയത്തിലെ നന്മയാണ്. സ്വന്തം ഇല്ലായ്മകൾക്കും ദാരിദ്ര്യത്തിനും ഇടയിലും തനിക്കുള്ള അവസാനത്തെ തുള്ളി ജലം അപരിചിതനായ ഒരു യാത്രികന് പകർന്നു നൽകാൻ കാണിച്ച ആ നിസ്വാർത്ഥതയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മം. അത്തരം ചെറിയ നന്മകളെ പ്രപഞ്ചം എക്കാലവും കാത്തുവെക്കുകയും പ്രതീക്ഷിക്കാത്ത നേരത്ത് അതിനും വലിയൊരു അനുഗ്രഹമായി തിരികെ നൽകുകയും ചെയ്യും. പണമല്ല,
പരസ്പരം താങ്ങാകാനും അവരുടെ വേദന മനസ്സിലാക്കാനുമുള്ള മനുഷ്യത്വമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ സത്കർമ്മവും ഒരു വിത്ത് പോലെയാണ്. അത് എവിടെയെങ്കിലും കിടന്ന് കാലങ്ങളോളം കാത്തിരിക്കുകയും കൃത്യസമയത്ത് ഒരു മഹാവിസ്മയമായി തണൽമരമായി നമ്മെ കാക്കുകയും ചെയ്യും. നന്മയുടെ ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു കൊച്ചു ലൈക്കിലൂടെ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഈ കഥയിലെ കഥാപാത്രങ്ങളെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റുകളായി കുറിച്ചിടുക. കാരണം ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ വാക്കുകൾ മറ്റാർക്കെങ്കിലും ജീവിക്കാനുള്ള വലിയൊരു പ്രചോദനമായേക്കാം. സ്നേഹവും നന്മയും ഒരിടത്ത് കെട്ടി നിർത്താനുള്ളതല്ല, അത് എപ്പോഴും പകർന്നു നൽകാനുള്ളതാണ്. അതിനാൽ ഈ കഥയുടെ നന്മ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത്. ഇതുപോലെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന കൂടുതൽ കഥകൾക്കും സ്നേഹം നിറയുന്ന സാഹിത്യയാത്രകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ യാത്രയിൽ ഒപ്പം ഉണ്ടാകുക. നന്മയുടെ പൂക്കൾ വിരിയുന്ന മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.